The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear children, how are you all? I hope you are all good at your home. Okay children, today we are going to learn subtraction by borrowing or subtraction by regrouping the tens place. Okay, for that all of you take your studio and take the page number 58. Surabhi collected 36 flowers. Okay, Surabhi എത്ര flowers ആണ് കളക്ട് ചെയ്തത്? 36 flowers. She made 3 garlands of 10 flowers. അതിൽ നിന്നും 3 garlands of 10 flowers ഉണ്ടാക്കി. കണ്ടോ? 1, 2, 3. See? And has 6 flowers left with her. 3 garlands of 10 flowers ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുശേഷം 6 flowers ബാക്കി വന്നു. അതായത് 6 ones. 1, 2, 3, 4, 5, 6. അപ്പോൾ 36ൽ എന്തൊക്കെയുള്ളത്? 3 tens and 6 ones. From this, Anisha wants 9 flowers from Surabhi to make a bouquet. ബൊക്കെ ഉണ്ടാക്കാൻ ഇതിൽ നിന്നും 9 flowers വേണമെന്ന് പറഞ്ഞു. Can Surabhi give Anisha 9 flowers from her 6 single flowers? ഇപ്പോൾ സുരഭിയുടെ കയ്യിൽ 36 flowers ഉണ്ട്. 3 tens and 6 ones. ഈ 6ൽ നിന്നും 9 flowers സുരഭിക്ക് കൊടുക്കാൻ പറ്റുമോ? Can Surabhi give Anisha 9 flowers from her 6 single flowers? 6ൽ നിന്നും 9 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? 9 flowers കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ 6ൽ നിന്നും 9 കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നോ അല്ലേ? ടിക് നോ. ഓൾ ഓഫ് യു ടിക് നോ. അപ്പോൾ സുരഭി എന്ത് ചെയ്തു? സുരഭി അൺടൈസ് 1 of the garlands. എത്ര ഗാർലൻഡ്സ് ഉണ്ട് സുരഭി ഉണ്ടാക്കിയത്? 1, 2, 3. ഇതിൽ നിന്നും സുരഭി ഒരു ഗാർലൻഡ് അൺടൈ ചെയ്തു. ഓക്കെ, സി എങ്ങനെയാണ് സുരഭി അൺടൈ ചെയ്തിരിക്കുന്നത് നോക്കൂ. സി ഈ ഗാർലൻഡ്, ഒരു ഗാർലൻഡിനെ അൺടൈ ചെയ്തപ്പോൾ ഹൗ മെനി സിംഗിൾ ഫ്ലവേഴ്സ് കിട്ടി നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 സിംഗിൾ ഫ്ലവേഴ്സിൻ്റെ ആണല്ലോ 1 ഗാർലൻഡ് അല്ലേ? അപ്പം അതിനെ സിംഗിൾസ് ആക്കി മാറ്റി. പിന്നെ എന്താണ്? 10 കഴിഞ്ഞ 11, 12, 13, 14, 15, 16 സിംഗിൾ ഫ്ലവേഴ്സ് ആയിപ്പോൾ. ഹൗ മെനി സിംഗിൾ ഫ്ലവേഴ്സ്? 16 സിംഗിൾ ഫ്ലവേഴ്സ്. അപ്പോൾ ഇപ്പോൾ എത്ര ഗാർലൻഡ്സ് ഉണ്ട്? ഷീ നൗ ഹാസ് ഹൗ മെനി ഗാർലൻഡ്സ്? 1, 2 ഗാർലൻഡ്സ്. അപ്പോൾ ഇവിടെ ഇതാ 2. ഷീ നൗ ഹാസ് 2 garlands of 10 flowers. And how many single flowers? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. Right here 16 single flowers. Let us strike out. നമുക്കിപ്പോൾ 16 single flowers ആയില്ലേ? 3 garlands on 10 flowers എന്ന് ഒന്ന് പൊട്ടിച്ചപ്പോൾ സിംഗിൾ ഫ്ലവേഴ്സ് എത്രണ്ണമായി? 16 സിംഗിൾ ഫ്ലവേഴ്സ് ആയി. ഇനി നമുക്ക് അനിഷയ്ക്ക് കൊടുക്കാം. എത്ര ഫ്ലവേഴ്സ് കൊടുക്കാം? 9 ഫ്ലവേഴ്സ് കൊടുക്കാം അല്ലേ? അപ്പോൾ 9 ഫ്ലവേഴ്സ് ഇതിൽ നിന്നും കട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 കട്ട് ചെയ്തു. ബാക്കി എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 സിംഗിൾ ഫ്ലവേഴ്സും ഉണ്ട്. 2 garlands of 10 flowers ഉണ്ട് സുരഭിയുടെ കയ്യിൽ. ഇപ്പോൾ കണ്ടോ? സുരഭി now has 2 garlands of 10 flowers and how many single flowers? 7 single flowers.
ബാക്കി എത്രയുണ്ട്? 36 ഫ്ലവേഴ്സിൽ നിന്നും 9 കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി 27 ചേർത്ത് ചെയ്താൽ 27 ഫ്ലവേഴ്സ്. From this what did we understand? When we do not have enough number of objects in the ones place, we borrow a 10 from the tens place. Okay. സുരഭിയുടെ കാര്യം എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 36 ഫ്ലവേഴ്സ്. അതായത് 3 ടെൻസും 6 വൺസും. അതിൽ നിന്ന് മനുഷ്യക്ക് എത്ര ഫ്ലവേഴ്സാണ് വേണ്ടത്? 9 ഫ്ലവേഴ്സ് അല്ലേ? ഇപ്പം 9 വൺസ്. അപ്പോൾ 6 വൺസിന് 9 വൺസ് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്ലേസ് ആയ ടെൻസിൽ നിന്നും ഒരു 10 കടം വാങ്ങും. എന്നിട്ട് 6 പോയിട്ട് 16 ആയി മാറും. അതിൽ നിന്ന് നമ്മൾ 9 ഫ്ലവേഴ്സ് എടുക്കും. അങ്ങനെ ഇപ്പോൾ സുരഭിക്ക് എത്ര ഫ്ലവേഴ്സ് ആണ് ബാക്കിയുള്ളത്? 27 ഫ്ലവേഴ്സ്. ഫ്രം ദിസ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് നമ്മുടെ കയ്യിൽ അതായത് വൺസ് പ്ലേസിൽ ഇനഫ് നമ്പർ ഓഫ് ഒബ്ജക്റ്റ് സബ്ട്രാക്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ തൊട്ടടുത്ത പ്ലേസിൽ നിന്ന് കടം വാങ്ങിയിട്ട് വലിയ നമ്പർ ആക്കിയിട്ട് നമ്മൾ മൈനസ് ചെയ്യാം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ലെറ്റ് us do one problem from activity 3.14 to know more about subtraction by borrowing. Okay, let's do one problem from 3.14. Question number A. Okay, listen. Question number A. 56 minus 29. We want to subtract 29 from 56. അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ എഴുതും? 56 എഴുതി. These are all 2-digit numbers. അപ്പോൾ write the name of the places. Ones, tens. Okay, then minus, put a symbol of minus here or here also, no problem. Even subtraction symbol ഇവിടെ ഇടാം, ഇവിടെ ഇട്ടാലും ഒരു പ്രശ്നവുമില്ല. Okay, 56 minus 29. Put a long dash. Okay. അപ്പോൾ നമ്മൾ ആദ്യം ഏത് പ്ലേസ് മൈനസ് ചെയ്യും? വൺസ് പ്ലേസ് അല്ലേ? വൺസ് പ്ലേസ് വിച്ച് ആർ ദ നമ്പേഴ്സ്? 6 and 9. 6 and 9. അപ്പോൾ 6ൽ നിന്നും 9 കുറയ്ക്കണം. പറ്റുമോ? 6ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റുമോ? 6 ചെറിയ നമ്പറാണ്, 9 വലുതാണ്. അപ്പോൾ ചെറുതിൽ നിന്ന് ഒരിക്കലും വലുത് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്ലേസിൽ നമ്മൾ 110 കടം വാങ്ങും. അപ്പോൾ 6 പോയിട്ട് എന്തായി? 15 ആവും. അപ്പോൾ ഇവിടെ ഒരു സർക്കിൾ ചെയ്യാം. നമ്മൾ ചേഞ്ച് ചെയ്ത നമ്പറാണ്. 6 പോയിട്ട് എന്തായി? 15 ആയി. ഇപ്പോൾ 5ൽ നിന്നാണ് ഒന്ന് പോകുന്നത്. അപ്പോൾ 5 പോയിട്ട് എന്തായി? 4 ആയി. ഒരു സർക്കിൾ ചെയ്യാം കേട്ടോ. ഇവിടെ സർക്കിൾ തന്നിട്ടില്ല, നിങ്ങൾ എഴുതാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാം ഏത് നമ്പർ 6 പോയിട്ട് എന്തായി, ചേഞ്ച് ചെയ്തിട്ട് എന്തായി എന്നുള്ളത് ഈ സർക്കിളിനുള്ളിൽ ഇടാം കേട്ടോ. ദെൻ ഇപ്പം നമുക്ക് പുതിയ നമ്പേഴ്സ് ആയി അല്ലേ? 6 പോയിട്ട് 16 ആയി, 5 പോയിട്ട് 4 ആയി. നമുക്ക് സുഖമായിട്ട് മൈനസ് ചെയ്യാം. 16ൽ നിന്നും 9 മൈനസ് ചെയ്യണം. 16ൽ നിന്നും 9 മൈനസ് ചെയ്യണം. 16 ഫിംഗേഴ്സ് ഉണ്ടോ നമ്മുടെ കയ്യിൽ മൈനസ് ചെയ്യാൻ? ഇല്ല. അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം. 9 കഴിഞ്ഞിട്ട് 16 വരെ എണ്ണ. 9 കഴിഞ്ഞ് എന്താണ്? 10, 11, 12, 13, 14, 15, 16. ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര ഫിംഗേഴ്സ് എടുത്തു? 7 ആണ് 16 മൈനസ് 9ന്റെ ആൻസർ. അപ്പം അങ്ങനെ നോക്കിയാൽ മതി. 7 ഇതെയോ? ദെൻ ഇനി ഇതാണ് 5 പോയിട്ട് 4 ആയില്ലേ? ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്ത നമ്പർ മാത്രം നോക്കിയാൽ മതി. 4ൽ നിന്നും 2 കുറയ്ക്കാം. 4 മൈനസ് 2, 4 എടുത്തു, 2 ഫിംഗേഴ്സ് മടക്കി. ബാക്കി എത്രയുണ്ട്? 2. 27. ഓക്കെ, ടീച്ചർ ക്വസ്റ്റ്യൻ നമ്പർ A ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബാക്കിയുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, ടേക്ക് ആക്ടിവിറ്റി 3.15. അതിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സബ്ട്രാക്ട് ദ ഗിവൺ സെറ്റ് ഓഫ് നമ്പേഴ്സ്. അതിലും ടീച്ചർ ഒരെണ്ണം ചെയ്യാം, ബാക്കിയുള്ളത് നിങ്ങൾ തനിയെ ചെയ്യാം കേട്ടോ. ഓക്കെ, ടേക്ക് പേജ് നമ്പർ 61. ക്വസ്റ്റ്യൻ നമ്പർ A. 70 മൈനസ് 38. 70 നിന്നും 38 നമുക്ക് കുറയ്ക്കണം. ഓക്കെ, 70 എഴുതി ടീച്ചർ, മൈനസ് 38 നമുക്ക് ഈക്വൽ ടു എഴുതാം കേട്ടോ. ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു ഇട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ 70 നമ്മൾ ആദ്യം എഴുതി. 70 2-digit number ആണ്. It's a 2-digit number. So 2 places, 1 tens. Okay, 70 minus 38. Put a long dash. കണ്ടോ? 70 minus 38. അപ്പോൾ ആദ്യം ഏത് പ്ലേസാണ് മൈനസ് ചെയ്യുന്നത്? വൺസ് പ്ലേസ് നോക്കുക. 0 and 8. 0ൽ നിന്ന് 8 മൈനസ് ചെയ്യാം. 0ൽ നിന്ന് 8 മൈനസ് ചെയ്യാൻ പറ്റുമോ? 0ൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സെയിം തൊട്ടടുത്ത പ്ലേസ് ആയ ടെൻസിൽ നിന്നും
110 കടം വന്ന 110 എന്ന് പറഞ്ഞാൽ എന്താ 10. 0 പോയിട്ട് എന്തായി മാറി 10 ആയി. 0 പോയിട്ട് എന്തായി 10 ആയി. പുതിയ സർക്കിൾ. ഓക്കെ, ഇനി നമ്മൾ ബിഗ് നമ്പർ ആയി അല്ലേ. 10 ബിഗ് ആയിട്ട് നമുക്ക് ആയിട്ട് മൈനസ് ചെയ്യാം. അപ്പം ഇതിൽ നിന്നൊന്ന് പോകും. അപ്പം തന്നെ എഴുതണം, കട്ട് ചെയ്തിട്ട് എഴുതണം. 7 പോയിട്ട് 6 ആയി. 7 നിന്ന് ഒരു 10 പോകുമ്പോൾ 7 10 ആണ്. 7 10th പ്ലേസിലാണ്. അപ്പോൾ 7 10 ഇവിടെ ഉണ്ട്. അപ്പോൾ 7 ഒന്ന് പോകുമ്പോൾ എന്തായി 6 10 ആയി. 6 ആവും. ഇപ്പം 2 നമ്പറും ബിഗായി. താഴെയുള്ളത് സുഖമായിട്ട് മൈനസ് ചെയ്യാം. അപ്പോൾ 10ൽ നിന്നും 8 മൈനസ് ചെയ്താൽ വാട്ട് വി ഗെറ്റ് 10 ഫിംഗേഴ്സ് എടുത്തു. 8 ഫിംഗേഴ്സ് മടക്കി കഴിഞ്ഞാൽ വി ഗെറ്റ് 2 ഫിംഗേഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ 10 മൈനസ് 8 ഇനി 10th പ്ലേസ് വിച്ച് അതർ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ പുതിയ നമ്പർ കിട്ടിയ സർക്കിളിനുള്ളിൽ എഴുതിയ പുതിയ നമ്പേഴ്സ് നോക്കിയാൽ മാത്രം മതി. പഴയ നമ്പേഴ്സ് ക്യാൻസൽ ചെയ്താൽ അത് നോക്കരുത് കേട്ടോ. അപ്പോൾ 6ൽ നിന്നും 3 മൈനസ് ചെയ്യണം. 6 മൈനസ് 3. അപ്പോൾ 6 ഫിംഗേഴ്സ് എടുത്തു, 3 ഫിംഗേഴ്സ് മടക്കി. ബാക്കി 3 ഉണ്ട്. 1 2 3 32. വാട്ട് ഈസ് ദ ഡിഫറൻസ്? സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസറിനെ നമ്മൾ എന്താ വിളിക്കുക? ഡിഫറൻസ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് 70 മൈനസ് 38? Yes, 30. Okay children, let us do one more problem of the same activity 3.15. Question number F ചെയ്യാം. Okay. Question number F 54 minus 70. 54ൽ നിന്നും 17 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈക്വൽ ടു ഇടാം. ആൻസർ എഴുതാൻ വേണ്ടി നമുക്ക് ഈക്വൽ ടു ഇടാം. 54 മൈനസ് 70 ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ ആണ്. വൺസ് ടെൻസ്. റൈറ്റ് ദ നെയിം ഓഫ് ദ പ്ലേസസ്. ദീസ് ആർ ഓൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യണം. റൈറ്റ് ദ നെയിം ഓഫ് ദ പ്ലേസസ്. വൺസ് ടെൻസ്. ഓക്കെ, വൺസ് പ്ലേസ് സബ്ട്രാക്ട് ചെയ്തിട്ട് വൺസ് പ്ലേസിന് താഴെ എഴുതണം. ടെൻസ് പ്ലേസ് സബ്ട്രാക്ട് ചെയ്ത് ടെൻസ് പ്ലേസിന് താഴെ എഴുതണം. നമുക്ക് നോക്കാം. ഓക്കെ, വൺസിൽ ഏതൊക്കെ നമ്പേഴ്സ്? 4 മൈനസ് 7. സി 4 ചെറുതാണ്, 7 വലുതാണ്. 4ൽ നിന്നും 7 നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്ലേസ് ആയ ടെൻസിൽ നിന്നും 1 കടം വാങ്ങും. അപ്പോൾ എന്തായി മാറി? 4 പോയി 14 ആവും. ഓക്കെ, 5 പോയിട്ട് 4 ആവും. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 14ൽ നിന്നും 4 പോകുമ്പോൾ 4 കട്ട് ചെയ്യണം. ഓക്കെ, 14ൽ നിന്നും 7 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. 14 യു വാണ്ട് ടു സബ്ട്രാക്ട് 14 മൈനസ് 7. അപ്പോൾ 14 ഫിംഗേഴ്സ് നമ്മുടെ കയ്യിലില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ 7 കഴിഞ്ഞിട്ട് 14 വരെ കൗണ്ട് ചെയ്യാം. അപ്പോൾ വി ഗെറ്റ് ദ ആൻസർ. ഓക്കെ, 7 കഴിഞ്ഞാൽ 8 9 10 11 12 13 14. അപ്പോൾ ടീച്ചർ എത്ര ഫിംഗേഴ്സ് എടുത്തു? 7. സോ 14 minus 7. The difference of 14 minus 7 is 7. Okay, 7. Then 10th place in subtract here. 4 and 1. 4 minus 1. What is the answer? 4 fingers into 1 minus 3. What is our difference? 37. 37 is the difference of 54 and 70. Okay. ഓക്കെ ചിൽഡ്രൻ, ടീച്ചർ ഇപ്പോൾ 3.15 എന്ന ആക്ടിവിറ്റിയിൽ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ 3.14 ടീച്ചർ ചെയ്ത് തരാത്ത, ടീച്ചർ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾ തനിയെ ചെയ്യാം. ക്ലാസ് ശ്രദ്ധിച്ച ശേഷം നിങ്ങളിത് ചെയ്യുക. ഓക്കെ, ചെയ്ത് പഠിക്കുക. ഓക്കെ ചിൽഡ്രൻ, ലേൺ വെൽ. വിൽ മീറ്റ് സൂൺ. ടേക്ക് കെയർ. ബൈ ബൈ.